പ്രിയ കുട്ടികളെ, ഇനി നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് പഠിക്കേണ്ടത്. അതിൽ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഗ്രാഫ് കുറേ വരച്ചതാണ്. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത സ്ഥലത്തിൻ്റെ കോർണർ പോയിൻറ്റ്സ് എടുത്ത് അതിൽ ഇസഡിൻ്റെ വില കണ്ട് അതിൽ മാക്സിമവും മിനിമം ഒക്കെ എടുത്ത് നമ്മൾ ആൻസർ എഴുതിയിരുന്നു. അതേ കണക്ക് തന്നെയാണിത്. പക്ഷേ അത് കൺസ്ട്രെയിൻസും നമുക്ക് തരുമായിരുന്നു. ഇത് വേർഡ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ കൺസ്ട്രെയിൻസ് നമ്മൾ തന്നെ എഴുതണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ തന്നെ എഴുതണം. അതാണ് വ്യത്യാസം. നമുക്ക് ഈ വേർഡ്സിൽ തന്നിരിക്കുന്ന ഈ പ്രോബ്ലം വായിച്ച് നോക്കിയിട്ട് എക്സും വൈയും എന്നാന്ന് ആദ്യം എടുത്തിട്ട് ഇങ്ങനെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു ടേബിളിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഞാൻ ഗ്രാഫ് എളുപ്പമുള്ളതിൻ്റെ ഗ്രാഫ് വരപ്പിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഇതാണല്ലോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, മാക്സിമൈസ് ഓർ മിനിമൈസ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത്. പിന്നെ കൺസ്റ്റൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. മാനുഫാക്ചറർ പ്രൊഡ്യൂസസ് നട്ട്സ് ആൻഡ് ബോൾട്ട്സ്. ഇറ്റ് ടേക്സ് 1 hour ഓഫ് വർക്ക് ഓൺ മെഷീൻ എ ആൻഡ് 3 hours ഓൺ മെഷീൻ ബി ടു പ്രൊഡ്യൂസ് എ പാക്കേജ് ഓഫ് നട്ട്സ്. അപ്പോൾ ഒരു പാക്കറ്റ് നട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി മെഷീൻ എയിലും 1 മണിക്കൂർ വർക്ക് ചെയ്യണം, മെഷീൻ ബിയിൽ 3 മണിക്കൂർ വർക്ക് ചെയ്യണം. ഇറ്റ് ടേക്സ് 3 hours ഓഫ് വർക്ക് ഓൺ മെഷീൻ എ ആൻഡ് 1 hour ഓൺ മെഷീൻ ബി ടു പ്രൊഡ്യൂസ് എ പാക്കേജ് ഓഫ് ബോൾട്ട്സ്. അതേപോലെ ഒരു പാക്കറ്റ് ബോൾട്ട് ഉണ്ടാക്കാൻ 3 മണിക്കൂറും മെഷീൻ എയിലും 1 മണിക്കൂറും മെഷീൻ ബിയിലും വർക്ക് ചെയ്യണം. അപ്പം ഹി ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് ₹17.5 പെർ പാക്കേജ് ഓഫ് നട്ട്സ്. ഒരു പാക്കറ്റ് നട്ട്സ് ഉണ്ടാക്കി അയാൾ വിറ്റാൽ 17,000 രൂപയാണ് ലാഭം. ആൻഡ് 7 പെർ പാക്കേജ് ഓൺ ബോൾട്ട്സ്. അതുപോലെ ഒരു പാക്കറ്റ് ബോൾട്ട് ഉണ്ടാക്കി വിറ്റാൽ അയാൾക്ക് 7 രൂപ ലാഭം കിട്ടുന്നു. ഫോർമുലേറ്റ് ദി എബോവ് LPP ഇഫ് ദ മെഷീൻ ഓപ്പറേറ്റ്സ് ഫോർ അറ്റ് മോസ്റ്റ് 12 hours എ ഡേ. അപ്പോൾ മെഷീൻസ് 2 എയും ബിയും, ഈ 2 മെഷീനും ഒരു ദിവസം 12 മണിക്കൂറാണ് മാക്സിമം, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം വർക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും പാക്കറ്റ് ഓഫ് നട്ട്സും പാക്കറ്റ് ഓഫ് ബോൾട്ട്സും ഉണ്ടാക്കി വിൽക്കുകയാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് നട്ട്സ് വിറ്റാൽ 17 രൂപയും ഒരു പാക്കറ്റ് ബോൾട്ട് വിറ്റാൽ 7 രൂപയും ലാഭം കിട്ടുന്നു എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു എത്ര പാക്കറ്റ് നട്ട്സ് ഉണ്ടാക്കി വിൽക്കുന്നോ അത് ഇൻറ്റു 17 രൂപ കിട്ടും. എത്ര പാക്കറ്റ് ബോൾട്ട് ഉണ്ടാക്കി വിൽക്കുന്നോ അത് ഇൻറ്റു 7 രൂപ കിട്ടും. അപ്പോൾ അയാൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കൂടുതൽ പാക്കറ്റ് നട്ട്സും അതുപോലെ ബോൾട്ട്സും ഉണ്ടാക്കി വിൽക്കണം. പാക്കറ്റ് ഓഫ് നട്ട്സ് ആയിരിക്കണം കൂടുതൽ ഉണ്ടാക്കേണ്ടത്, എന്നാലല്ലേ കൂടുതൽ രൂപ കിട്ടുള്ളൂ. ബോൾട്ട്സ് ഉണ്ടാക്കണതിനേക്കാൾ കൂടുതലായിട്ട്. അതൊന്നും അല്ല ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് എന്തായാലും എത്ര പാക്കറ്റ് നട്ട്സ് ഉണ്ടാക്കുന്നു, എത്ര പാക്കറ്റ് ബോൾട്ട് ഉണ്ടാക്കുന്നു എന്നൊരു കാര്യം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് എക്സും വൈ ആയിട്ട് എടുക്കേണ്ടത്. ലെറ്റ് നമ്പർ ഓഫ് പാക്കറ്റ് ഓഫ് നട്ട്സ് ആണ് എക്സ്, നമ്പർ ഓഫ് പാക്കറ്റ് ഓഫ് ബോൾട്ട്സ് ആണ് വൈ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 17.5x. അത്രയും പാക്കറ്റ് നട്ടിന് 17.5x രൂപ കിട്ടും. പ്ലസ് 7 ഇൻറ്റു വൈ പാക്കറ്റ് ബോൾട്ടിന് 7y രൂപയും കിട്ടും. അപ്പോൾ മാക്സിമൈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 17.5x പ്ലസ് 7y ആണെന്ന് പിടികിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മെഷീൻ എ മെഷീൻ ബി 2 മെഷീൻസ് ഉണ്ട്. മെഷീൻ എയിൽ ഒരു പാക്കറ്റ് നട്ടിനു വേണ്ടി 1 മണിക്കൂറും മെഷീൻ ബിയിൽ 3 മണിക്കൂറും. അപ്പോൾ ഇങ്ങനെ മെഷീൻ എ മെഷീൻ ബി എന്ന് എഴുതുവാണെങ്കിൽ നട്ട്സ് ആകെ എക്സ് പാക്കറ്റാണ്. 1 മണിക്കൂർ ഓൺ 1 hour ഓൺ മെഷീൻ എ ആൻഡ് 3 hour ഓൺ മെഷീൻ ബി വേണം ഒരു പാക്കറ്റ് നട്ട്സിന്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 hours ഓഫ് വർക്ക് ഓൺ മെഷീൻ എ ആൻഡ് 1 hour ഓഫ് വർക്ക് ഓൺ മെഷീൻ ബി ടു മേക്ക് എ പാക്കറ്റ് ഓഫ് ബോൾട്ട്. അതിങ്ങനെ ബോൾട്ടിൻ്റെ താഴെ എഴുതി വെച്ചു. പിന്നെ മെഷീൻ എയും മെഷീൻ ബിയും മാക്സിമം 12 മണിക്കൂറാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 12 അതിൽ കുറവോ വർക്ക് ചെയ്യും. മാക്സിമം 12 എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒരിക്കലും ഇല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. പിന്നെ ഒരു പാക്കറ്റ് നട്ടിന് 17 രൂപ ലാഭവും ഒരു പാക്കറ്റ് ബോൾട്ടിന് 7 രൂപ ലാഭവും. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ടേബിളിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് എഴുതാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ഈ 1, 3, 12 വെച്ചാണല്ലോ ഒരു കൺസ്ട്രെയിൻറ്റ് വരാൻ പോണത്. എന്താണെന്ന് വെച്ചാൽ മെഷീനെ വർക്ക് ചെയ്യുന്ന മാക്സിമം 12 മണിക്കൂർ,
അപ്പോൾ ഒരു പാക്കറ്റ് നട്ടിന് 1 മണിക്കൂർ. അപ്പോൾ എക്സ് പാക്കറ്റ് നട്ട്സിന് 1x മണിക്കൂർ പ്ലസ് 3 മണിക്കൂർ വെച്ച് y പാക്കറ്റാണ് മെഷീൻ എയിൽ ബോൾട്ടിന് ചിലവഴിക്കുന്നത്. 3 മണിക്കൂർ വെച്ച് y പാക്കറ്റ് ബോൾട്ടാണ് ഉണ്ടാക്കുന്നത് മെഷീൻ എയിൽ. അപ്പോൾ ഒരു പാക്കറ്റ് ബോൾട്ടിന് വേണ്ടി തന്നെ 3 മണിക്കൂർ മെഷീനെ വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ y പാക്കറ്റിന് വേണ്ടി 3y മണിക്കൂർ. അപ്പോൾ 1x പ്ലസ് 3y അത്രയും മണിക്കൂർ മെഷീനെ വർക്ക് ചെയ്യുന്നുണ്ട്. നട്ടും ബോൾട്ടും കൂടെ കൂട്ടി അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ <= 12. 1x പ്ലസ് 3y <= 12. അതേ രീതി തന്നെ മെഷീൻ ബി വർക്ക് ചെയ്യണത് ഒരു പാക്കറ്റ് നട്ട്സിന് വേണ്ടി 3 മണിക്കൂർ എന്ന കണക്കിൽ എക്സ് പാക്കറ്റ് നട്ട്സിന് വേണ്ടി 3x മണിക്കൂർ പ്ലസ് 1y <= 12 അടുത്ത കൺസ്ട്രെയിൻറ്റ്. പിന്നെ ഈ പാക്കറ്റ് ഓഫ് നട്ട്സും പാക്കറ്റ് ഓഫ് ബോൾസും എന്തായാലും <= 0 ഒന്നുകിൽ നട്ട്സ് ഉണ്ടാക്കുന്നില്ല, ബോൾട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ബോൾട്ട് ഉണ്ടാക്കുന്നില്ല, നട്ട്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അങ്ങനെയും വരാം. അപ്പോൾ x <= 0 y <= 0 എന്ന 2 കൺസ്ട്രെയിൻറ്റും കൂടി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പറഞ്ഞു. മാക്സിമൈസ് z = 17.50 x + 7.0y and subject to the constraints 1x plus 3y <= 12, 3x plus 1y <= 12, x <= 0 y <= 0 ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും എഴുതിയ ശേഷം ഇനി ഗ്രാഫ് വരച്ച് എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിച്ച് എത്ര പാക്കറ്റ് നട്ട്സാണ് ഉണ്ടാക്കിയത്, എത്ര പാക്കറ്റ് ബോൾട്ടാണ് ഉണ്ടാക്കിയത്, മാക്സിമം വില വരാൻ ഇത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് എടുത്തെഴുതും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2. A manufacturer produces nuts and bolts. The time required to produce 1 packet of nuts and 1 packet of bolts on machine A and B is given below. ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് നട്ടിന് 2 മണിക്കൂർ മെഷീൻ എയിലും 3 മണിക്കൂർ മെഷീൻ ബിയിലും വർക്കിംഗ് ആവശ്യമുണ്ട്. ഒരു പാക്കറ്റ് ബോൾട്ടിന് 3 മണിക്കൂർ മെഷീൻ എയിലും 1 മണിക്കൂർ മെഷീൻ ബിയിലും വർക്കിംഗ് ആവശ്യമുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഹി ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് ₹25 പെർ പാക്കറ്റ് ഓഫ് നട്ട്സ് ആൻഡ് ബോൾട്സ്, ₹12 പെർ പാക്കറ്റ്. ഹി ഓപ്പറേറ്റ്സ് ഹിസ് മെഷീൻസ് ഫോർ അറ്റ്മോസ്റ്റ് 15 hours എ ഡേ. കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ അറ്റ്മോസ്റ്റ് എന്ന് വെച്ചാൽ മാക്സിമം. ഫോർമുലേറ്റ് ആൻഡ് LPP ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ്. ഇവിടെ LPP ഫോർമുലേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് എഴുതി കൊണ്ടുവന്നാൽ മതി. പക്ഷേ കഴിഞ്ഞ കണക്കിൽ ഫോർമുലേറ്റ് ദി LPP എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് ദ മെഷീൻ ഓപ്പറേറ്റ്സ് ഫോർ അറ്റ്മോസ്റ്റ് 12 hours എ ഡേ. അപ്പോൾ ഈ ഫോർമുലേറ്റ് ചെയ്യാൻ ഏതും പറഞ്ഞിട്ടുള്ളൂ, ആദ്യത്തെ കണക്കും പറഞ്ഞിട്ടുള്ളൂ. ഗ്രാഫ് വരച്ച് എത്ര പാക്കറ്റ് നട്ട്സാണ് എത്ര പാക്കറ്റ് ബോൾട്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ഈ 2 കണക്കിലും പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ക്വസ്റ്റിനിൽ തന്നെ തന്നിരിക്കുന്ന ഇത് വെച്ചും ഉള്ളത് സ്ഥിതിക്ക് ഇനി വേറെ ടേബിൾ വരയ്ക്കണമെന്നില്ല. അപ്പോൾ XB നമ്പർ ഓഫ് പാക്കറ്റ് ഓഫ് നട്ട്സ്, YB നമ്പർ ഓഫ് പാക്കറ്റ് ഓഫ് ബോൾസ് എടുക്കാം. അപ്പോൾ മാക്സിമൈസ് 25x പ്ലസ് z = 25x പ്ലസ് 12y ആണല്ലോ. LPP ഈസ് മാക്സിമൈസ് z = 25x പ്ലസ് 12y സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ്. നിങ്ങൾക്കറിയാം മെഷീൻ എയിൽ 2 മണിക്കൂർ ഒരു പാക്കറ്റ് നട്ട്സിന് വേണ്ടി 3 മണിക്കൂർ ഒരു പാക്കറ്റ് ബോൾട്ടിന് വേണ്ടി സമയം ചിലവഴിക്കണം, മെഷീനെ വർക്ക് ചെയ്യണം. അങ്ങനത്തെ എക്സ് പാക്കറ്റ് നട്ട്സും y പാക്കറ്റ് ബോൾട്ടുമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മെഷീനയിൽ 2x പ്ലസ് 3y മണിക്കൂർ വേണം. 2x പ്ലസ് 3y <= 15 ആണ് ഒരു കൺസ്ട്രെയിൻറ്റ്. അതുപോലെ തന്നെ 3x പ്ലസ് 1y മെഷീൻ ബിയിലുള്ളത്. 3x പ്ലസ് 1y <= 15 ആണ് അടുത്ത കൺസ്ട്രെയിൻറ്റ്. പിന്നെ x <= 0 y <= 0. 1ഉം 2ഉം കണക്കുകൾ ഒരുപോലത്തെ ആയതുകൊണ്ട് എളുപ്പമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. A factory produces 3 items P, Q, R at 2 plants A and B. Number of items produced and operating cost per hour is as follows. Number of items produced and operating cost per hour is as follows. ഒരു ഫാക്ടറിയിൽ 3 ഐറ്റമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന PQR. ഫാക്ടറി എന്ന് പറയുന്നത് ഫാക്ടറിക്ക് 2 പ്ലാന്റ്സ് ഉണ്ട്, എയും ബിയും. 3 ഐറ്റമാണ് ഓരോ പ്ലാന്റിലും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എ എന്ന പ്ലാന്റിൽ PQR 3 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, ബി എന്ന പ്ലാന്റിലും PQR 3 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവരൊരു ടേബിൾ തന്നെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. പ്ലാന്റ് എയിൽ പി എന്ന ഐറ്റം 1 മണിക്കൂറിൽ 20 എണ്ണവും, ക്യു എന്ന ഐറ്റം 15 എണ്ണവും, ആർ എന്ന ഐറ്റം 25 എണ്ണവും ഉണ്ടാക്കുന്നു. അതിനുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 1 മണിക്കൂറിന് 1000 രൂപയാണ്. പ്ലാന്റ് ബിയിൽ
പി എന്ന ഐറ്റത്ത് 30 എണ്ണവും ക്യു എന്ന ഐറ്റം 12 എണ്ണവും ആർ എന്ന ഐറ്റം 23 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും കൂടി വരുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒരു മണിക്കൂറിന് 800 രൂപയാണ്. ഇറ്റ് ഈസ് ഡിസൈഡ് ടു പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 500 ഐറ്റംസ് ഓഫ് ടൈപ്പ് എ, അറ്റ്ലീസ്റ്റ് 400 ഐറ്റംസ് ഓഫ് ടൈപ്പ് ക്യൂ ആൻഡ് അറ്റ്ലീസ്റ്റ് 300 ഐറ്റംസ് ഓഫ് ടൈപ്പ് ആർ പെർ ഡേ. ഒരു ദിവസം 500 ഐറ്റം എങ്കിലും ടൈപ്പ് പിയും 400 ഐറ്റം എങ്കിലും ടൈപ്പ് ക്യൂവും 300 ഐറ്റം എങ്കിലും ടൈപ്പ് ആറും ഉണ്ടാക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈസ് ഇറ്റ് എ മാക്സിമൈസേഷൻ കേസ് ഓർ മിനിമൈസേഷൻ കേസ്? വൈ? ഇതൊരു മാക്സിമൈസേഷൻ കേസാണോ മിനിമൈസേഷൻ കേസാണോ? ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് പറയണത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കണം എന്നല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് മിനിമൈസേഷൻ കേസാണിത്. ഇതൊരു മിനിമൈസേഷൻ കേസാണ്. റൈറ്റ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് കൺസ്ട്രെയിൻസ് എന്നാണ് പിന്നെ പറഞ്ഞേക്കുന്നത്. ഇത് മിനിമൈസേഷൻ കേസാണ്. മിനിമൈസേഷൻ അതിൻ്റെ കാര്യം ഞാൻ എഴുതാൻ വിട്ടുപോയി. എ പാർട്ടിൻ്റെ ആൻസർ എഴുതാൻ വിട്ടുപോയി. നിങ്ങൾ ഒന്ന് എഴുതി ചെറുതാക്കണം. എ പാർട്ട് ഈസ് ഇറ്റ് എ മാക്സിമൈസേഷൻ കേസ് ഓർ മിനിമൈസേഷൻ കേസ് എന്ന് വെച്ചാൽ മിനിമൈസേഷൻ കേസ്. വൈ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതുകൊണ്ടാണ് കോസ്റ്റ് എപ്പോഴും കുറയ്ക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് ദ പ്രോബ്ലം ഈസ് റിലേറ്റഡ് ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ദെർഫോർ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് റിലേറ്റഡ് ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. വി വാണ്ട് ടു മിനിമൈസ് ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതുകൊണ്ട് ഇത് മിനിമൈസേഷൻ കേസാണ്. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും എഴുതുക. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ നമുക്ക് എ എന്ന പ്ലാന്റിൽ ആകെപ്പാടെ 3 തരം ഐറ്റം ഉണ്ടാക്കുന്നു. 1000 രൂപ ഒരു മണിക്കൂറിന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എ എന്ന പ്ലാന്റിന്. പിന്നെ പി എന്ന ഐറ്റം ഇങ്ങനെ നോക്കിയാൽ പ്ലാന്റ് എയിലും ബിയിലും കൂടി ഒരു മണിക്കൂറിൽ 20 എണ്ണം 30 എണ്ണം വെച്ചുണ്ടാക്കിയിട്ട് 500 ഐറ്റം എങ്കിലും പി എന്ന ടൈപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് 500 കണക്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും എടുക്കേണ്ടത് പ്ലാന്റ് എയിലെ വർക്കിംഗ് അവർ, പ്ലാന്റ് ബിയിലെ വർക്കിംഗ് അവർ വൈ. അപ്പോൾ പ്ലാന്റ് എയിൽ പി എന്ന ഐറ്റം 20 എണ്ണമാണ് ഒരു മണിക്കൂറിൽ. ബി എന്ന പ്ലാന്റിൽ 30 എണ്ണമാണ്. 500 എണ്ണമെങ്കിലും പി എന്ന ഐറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എക്സ് മണിക്കൂറാണ് എ എന്ന പ്ലാന്റ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മണിക്കൂറിൽ 20 എണ്ണം. അപ്പോൾ എക്സ് മണിക്കൂറിൽ 20x എണ്ണം, ഒരു മണിക്കൂറിൽ 30 എണ്ണം ബി എന്ന പ്ലാന്റിൽ. അപ്പോൾ വൈ മണിക്കൂറിൽ 30y എണ്ണം. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമുക്കൊരു ഇൻഇക്വാളിറ്റി കൊണ്ടുവരാം. 20x + 30y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 500. 500 എങ്കിലും ഉണ്ടാക്കുമെന്ന് വെച്ചാൽ 500 500 കൂടുതലോ ഇത് വരാം. അതുപോലെ ക്യൂ എന്ന ഐറ്റം 15 12 400 ആണ്. 15x + 12y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 400. 6 എന്ന ഐറ്റം 25x + 23y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 300. ഇവിടെ ക്വസ്റ്റ്യനിൽ ഈ രീതിയിൽ എഴുതിയത് നമ്മൾ ആൻസറിലേക്ക് വന്നപ്പോൾ ഈ രീതിയിൽ എഴുതിയാൽ മാത്രമേ നമുക്കവിടെ ഇൻഇക്വാളിറ്റി കിട്ടുള്ളൂ. പിന്നെ എ എന്ന പ്ലാന്റിന് 1000 ഒരു മണിക്കൂറിലെ കോസ്റ്റ്. ബി എന്ന പ്ലാന്റിന് 800 രൂപയാണ് ഒരു മണിക്കൂറിലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പോൾ എക്സ് മണിക്കൂറാണ് എ എന്ന പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ 1000x രൂപ അവിടെ മുടക്ക് വരും. 800y രൂപ ഇവിടെയും മുടക്ക് വരും. ഇത് മിനിമൈസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് z ഈസ് ഈക്വൽ ടു 1000x + 800y. കൂടാതെ ഈ വർക്ക് ചെയ്യുന്ന മണിക്കൂർ എന്ന പ്ലാന്റ് ഒട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന 2 കൺസ്ട്രെയിൻറ്റും കൂടി വരും. അങ്ങനെ ടോട്ടൽ 5 കൺസ്ട്രെയിൻറ്റ്. കൂടാതെ ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇത് മിനിമൈസ് z ഈസ് ഈക്വൽ ടു 1000x + 800y സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് 20x + 30y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 500, 15x + 12y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 400, 25x + 23y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 300, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Question number 4 എന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് ഓഫ് എ ഫാക്ടറി ആർ ഗിവൺ
ഇൻ ദ ഫോളോയിങ്. ഇവിടെ അതെ റൈറ്റ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്റ്റൻസിനെ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ കൂടുതൽ ഗ്രാഫ് വരയ്ക്കാൻ അവർ ചോദിച്ചിട്ടില്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആക്ടിവിറ്റീസ് ഓഫ് എ ഫാക്ടറി ആർ ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഒരു ടേബിളിൽ ഒരു ഫാക്ടറിയുടെ ആക്ടിവിറ്റീസ് കാണിച്ചേക്കുക. അതായത് ആ ഫാക്ടറിയിൽ എയും ബിയും 2 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ആ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ആ ഐറ്റത്തിന് കട്ടിംഗ് ഉണ്ട്, മിക്സിംഗ് ഉണ്ട്, പാക്കിംഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴാണ് എ ടൈപ്പ് ഐറ്റം ഉണ്ടായി വരുള്ളൂ. പ്രോഫിറ്റ് പെർ യൂണിറ്റ്, ഒരു എ ടൈപ്പ് ഐറ്റം ഉണ്ടാക്കി വിറ്റ 5 രൂപ, ഒരു ബി ടൈപ്പ് ഐറ്റം ഉണ്ടാക്കി വിറ്റ 8 രൂപ. മാക്സിമം ടൈം അവൈലബിൾ, കട്ടിങ്ങിന് 1 മണിക്കൂറും മിക്സിങ്ങിന് 3 മണിക്കൂറും പാക്കിങ്ങിന് 1 മണിക്കൂറും. മണിക്കൂറാണോ മിനിറ്റാണോ എന്നറിയത്തില്ല, മിനിറ്റ് ആയിരിക്കും. മണിക്കൂറും ചേരുമ്പോഴാണ് എ ടൈപ്പ് ഒരൈറ്റം ഉണ്ടായി വരുന്നത്. ബി ടൈപ്പ് ആണെങ്കിൽ 4, 1, 1 എന്നുള്ള രീതിയിലാണ് സമയം. അത് മണിക്കൂറാണോ മിനിറ്റാണോ നമുക്കറിയത്തില്ല. മാക്സിമം ടൈം അവൈലബിൾ 24, 21, 9 ആണ്. മണിക്കൂറാണോ മിനിറ്റാണോ നമുക്കറിയത്തില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിസ്തീരിക്കുന്നില്ല. സോൾവ് ദ LPP ഗ്രാഫിക്കലി, ഫൈൻഡ് ദ മാക്സിമം പ്രോഫിറ്റ് സബ്ജക്റ്റ് ടു ദി എബവ് കോൺസ്റ്റൻസ്. ഇത് സോൾവ് ചെയ്യുക തന്നെ വേണം. മാക്സിമം പ്രോഫിറ്റ് സബ്ജക്റ്റ് ടു ദി എബവ് കോൺസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ കൂടുതലുണ്ടാക്കി വിറ്റ് ഐറ്റം എ കൂടുതലെണ്ണം, ഐറ്റം ബി അതുപോലെ കൂടുതലെണ്ണം ഉണ്ടാക്കി വിറ്റ് കൂടുതൽ പൈസ ഉണ്ടാക്കാനാണോ പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് 5 രൂപ വെച്ച് ഐറ്റം എ. അപ്പോൾ എക്സ് എണ്ണം ഉണ്ട് എ ടൈപ്പ്, വൈ എണ്ണം ഉണ്ട് ബി ടൈപ്പ് നമ്മൾ എടുക്കണം. എക്സ് എണ്ണാണ് എ ടൈപ്പ്, വൈ എണ്ണാണ് ബി ടൈപ്പ്. അപ്പോൾ മാക്സിമൈസ് ZD = 5x + 8y ആണ്. മാക്സിമൈസ് ZD = 5x + 8y സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ്. കട്ടിങ്ങിന് തന്നെ 24 ആണ് സമയം വെച്ചിരിക്കുന്നത്, മണിക്കൂറാണെന്ന് എടുക്കാം. അപ്പോൾ ഒരു ഐറ്റത്തിന് 1 മണിക്കൂർ കട്ടിങ്ങിന് വേണ്ടിയിട്ട് എ ടൈപ്പിന്. അപ്പോൾ എക്സ് എണ്ണം ഉണ്ട് എ ടൈപ്പ് എങ്കിൽ 1x + 4y. മാക്സിമം ടൈമാണിത് 24. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. 1x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. കാരണം 24 മാക്സിമം ടൈമാണ്, അതിൽ കുറഞ്ഞിരിക്കാം ഇത്, പക്ഷെ ഒരിക്കലും 24 കൂടി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ 3x എ ടൈപ്പ് എക്സ് എന്നാണല്ലോ ഉണ്ടാക്കാൻ പോണത് ഐറ്റം. അപ്പോൾ 3 മണിക്കൂർ ഒരെണ്ണത്തിന് വെച്ച് എക്സ് എണ്ണത്തിന് 3x മണിക്കൂർ + 1y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 21. അതുപോലെ പാക്കിങ്ങിന് 1x + 1y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. പിന്നെ x > (= 0, y > (0). ഐറ്റം 0 x > (0, y > (0). ഐറ്റംസ് ചിലപ്പോൾ 0 ആയിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. അങ്ങനെ ഇത്രയുമാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. മാക്സിമൈസ് ZD = 5x + 8y. ഇപ്പോൾ പിടിയിട്ടില്ലേ. ഇനി നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് x + 4y = 24, 3x + y = 21, x + y = 9, x = 0, y = 0 എഴുതി വെച്ചു. x 0 വരുമ്പോൾ y 6 ആണ്, y 0 വരുമ്പോൾ x 24 ആണ്. ഇതിൽ x 0 വരുമ്പോൾ y 21 ആണ്, y 0 വരുമ്പോൾ x 7 ആണ്, x 0ക്ക് y 9 ആണ്, y 0ക്ക് x 9 ആണ്. x 0 y ആക്സിസ് ആണ്, y 0 x ആക്സിസ് ആണ്. ഇങ്ങനെ നമ്മൾ വരച്ചു. y അക്ഷത്തെ കൊണ്ട് x 0 എന്ന്, x അക്ഷത്തെ കൊണ്ട് y 0 എന്ന് എഴുതി. 0-ന് 6, 24-ന് 0. അങ്ങനെ ഒരു ലൈൻ വരച്ച് x + 4y = 24 അടയാളപ്പെടുത്തി. 0ക്ക് 21, 7-ന് 0 വരച്ച് സെക്കൻഡ് ലൈനും വരച്ച് നമ്മൾ അതിൻ്റെ പേരും 3x + y = 21 എഴുതി. 9 അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മൂന്നാമത്തെ ലൈൻ x + y = 9 അടയാളപ്പെടുത്തി. നമ്മുടെ കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈ 3 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതാണ് 3ൻ്റെയും താഴെ വരുന്ന ഭാഗം കിട്ടിയത്. ഇതാണ് ഈ പറയുന്ന ഭാഗമാണ് ഷെയ്ഡിങ് ആയിട്ട് വന്നത്. ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് O ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. പക്ഷേ അതിൽ ബിയും സിയും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വന്നു. ടു ഗെറ്റ് ടു ബി സോൾവ് ഈ 2 ലൈൻസ് 3x + y = 21, x + y = 9 കുറച്ചാൽ മതിയല്ലോ. 2x 12 വന്നിട്ട് x 6 വരും. x 6 വന്നാൽ y 3 ആണെന്ന് കിട്ടും. അപ്പോൾ b 60 ആണെന്ന് കിട്ടി. c കിട്ടാനായിട്ട് സോൾവ് s + y 9 ആൻഡ് s + 4y 24. അപ്പോൾ 4-ന് 3 കുറച്ച് 3y = 15, y 5. അപ്പോൾ x 4 ആണെന്ന് കിട്ടി. 4, 5 ആണ്. c എന്ന പോയിൻ്റെന്നും കിട്ടി. ഇനി നമ്മൾ കോർണർ പോയിൻ്റ് O 0, 0. A ആണെങ്കിൽ 7, 0. B ഇപ്പോൾ കിട്ടിയ 6, 3. C ഇപ്പോൾ കിട്ടിയ 4, 5. പിന്നെ D ആണെങ്കിൽ 0, 6.
എല്ലായിടത്തും Z5S + A2Iയുടെ വില കണ്ടുപിടിച്ചു. ആദ്യത്തെ Z 0 രണ്ടാമത്തെ Z 35 മൂന്നാമത്തെ Z 30 + 24 54 നാലാമത്തെ Z 14 20 + 40 60 അടുത്ത Z 48 മാക്സിമം 60 മനസ്സിലായി. മാക്സിമം പ്രോഫിറ്റ് 60 രൂപയാണ്. ബൈ പ്രൊഡ്യൂസിങ് 4 ഐറ്റം എ ആൻഡ് 5 ഐറ്റം ബി എന്ന ആൻസർ എഴുതി വയ്ക്കുകയാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോയി. ഇത് കൂട്ട് വേർഡ് പ്രോബ്ലം വരാൻ സാധ്യത തീരെ കുറവാണ്. പക്ഷേ നമ്മുടെ പുസ്തകത്തിലുള്ളത് കൊണ്ട് പിന്നീട് ടോപ്പിക്സ് ഈ ചാപ്റ്ററിൻ്റെ കൂടി തരാനുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് വീണ്ടും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ള അറിയിപ്പ് വരുന്നേ ഉള്ളൂ. എന്തായാലും പുസ്തകം അടച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനോടൊക്കെ കൂടുമ്പോൾ. എ മാനുഫാക്ചർ കമ്പനി മേക്സ് 2 മോഡൽസ് എ ആൻഡ് ബി ഓഫ് എ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു കമ്പനി 2 തരം മോഡൽ എയും ബിയുമാണ് അതിൻ്റെ പേര്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു പ്രൊഡക്റ്റിന് 2 മോഡലുണ്ട്, എയും ബിയും. ഈച്ച് പീസ് ഓഫ് മോഡൽ എ ആൻഡ് ബി റിക്വയർസ് 9 ലേബർ അവേഴ്സ് ഫോർ ഫാബ്രിക്കേറ്റിംഗ് ആൻഡ് 1 ലേബർ അവർ ഫോർ ഫിനിഷിംഗ്. മോഡൽ എ ഒരു പീസിന് 9 ലേബർ അവർ ഫാബ്രിക്കേറ്റിങ്ങിനും 1 ലേബർ അവർ ഫിനിഷിങ്ങിനും വേണം. അതുപോലെ ഈച്ച് പീസ് മോഡൽ ബി റിക്വയർസ് 12 അവേഴ്സ് ലേബർ അവേഴ്സ് ഫോർ ഫാബ്രിക്കേറ്റിംഗ് ആൻഡ് 3 ലേബർ അവേഴ്സ് ഫോർ ഫിനിഷിംഗ്. ഫോർ ഫാബ്രിക്കേറ്റിംഗ് ആൻഡ് ഫിനിഷിംഗ് മാക്സിമം ലേബർ അവേഴ്സ് അവൈലബിൾ 180 and 30 per week. Company makes a profit of rupees 9,000 on each piece of model A and rupees 12,000 on each piece of model B. How many pieces of model A and model B should be manufactured per week to realize a maximum profit? നിങ്ങൾക്കറിയാം എക്സും വൈയും നമ്പർ ഓഫ് പീസ് ഓഫ് മോഡൽ എയും വൈയും ആണെന്ന്. മോഡൽ എയും മോഡൽ ബിയും ആണെന്ന് എടുത്താൽ മാത്രമേ കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. What is the maximum profit per week? Let number of models of A X, number of models of B Y. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ടേബിളിലാകാം. എ ബി 2 മോഡലാണുള്ളത്. ഫാബ്രിക്കേറ്റിംഗ് ഉണ്ട്, അവിടെ ഫിനിഷിംഗ് ഉണ്ട്. ഫാബ്രിക്കേറ്റിങ്ങിന് 9 മണിക്കൂറും 1 മണിക്കൂറും, ഫിനിഷിങ്ങിന് ഒരു മോഡലേക്ക് ഇങ്ങനെ ഒരു മോഡലെ ടൈപ്പ് ഉണ്ടാക്കി വിറ്റ 8,000 രൂപ ലാഭം. അതുപോലെ തന്നെ മോഡൽ ബിക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മോഡൽ ബിക്ക് 12 3 ഒരു പീസ് മോഡൽ ബി ഉണ്ടാക്കി വിറ്റാൽ 12,000 രൂപ ലാഭം. പിന്നെ ഫാബ്രിക്കേറ്റിങ്ങിന് മാക്സിമം ലേബർ അവർ 180 ഫിനിഷിങ്ങിന് 30 ഉള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. അതുകൊണ്ട് മാക്സിമൈസ് Z ഈസ് ഇക്വൽ ടു 8,000x + 12,000y എന്നാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരുന്നത്. കാരണം എക്സും വൈയുമായിട്ട് നമ്പർ ഓഫ് മോഡൽസ് ഓഫ് എയും നമ്പർ ഓഫ് മോഡൽസ് ഓഫ് ബിയും നമ്മൾ എടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് 9 മണിക്കൂർ ഒരു മോഡൽ എ ടൈപ്പിന്. അപ്പോൾ എക്സ് മോഡൽ എ ടൈപ്പ് ഉണ്ട്. 9x മണിക്കൂർ + 12y << 180. മാക്സിമം 180 ഉള്ളൂ. അപ്പോൾ << 180 അതിൻ്റെ താഴെ നിൽക്കുകയോ അത് വരികയോ ചെയ്യാം. അതുപോലെ 1x + ty << 30, x > 0, y > 0. ഇത് ഇത്ര എഴുതി നിർത്തിയാൽ പോരാ. നമ്മൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈൻ വരയ്ക്കുകയാണ്. ഇത് ചെറുതാക്കിയിട്ട് വരയ്ക്കുക. 3 കൊണ്ട് ഹരിച്ച് 3 + 4y <> 60, x + ty = 30 ഈക്വൽ ടു ഇട്ടു. പോയിൻ്റ് എടുത്തു. 5 10 15 വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്ത സ്ഥലം കണ്ടുപിടിച്ചു. കോർണർ പോയിൻറ്റ്സ് ആണെങ്കിൽ O A B C ഇങ്ങനെ എത്ര എണ്ണമുള്ളത്? 4 എണ്ണം ഉണ്ട്. അതിൽ കണ്ടുപിടിക്കേണ്ടത് ബി മാത്രമാണ്. ബി കണ്ടുപിടിക്കാൻ സോൾവ് ചെയ്യേണ്ട 2 ലൈൻസ് 3x + 4y = 60, x + ty = 30 ആണ്. സോൾവ് ചെയ്തു. 12 6 എന്നുള്ള പോയിൻ്റാണ് ബി കിട്ടിയത്. O ആണെങ്കിൽ 0 0, A ആണെങ്കിൽ 20 0, B ആണെങ്കിൽ 12 6, C ആണെങ്കിൽ 0 10. എല്ലായിടത്തെയും ഇസഡിൻ്റെ വില 8,000x + 12,000y വെച്ച് ചെയ്തപ്പോൾ മാക്സിമം കിട്ടിയത് 1,68,000 അറ്റ് ബി 12 6. മാക്സിമം പ്രോഫിറ്റ് rupees 1,68,000 മേക്കിംഗ് 12 മോഡൽസ് മോഡൽ എ പീസസ് ആൻഡ് 6 മോഡൽ ബി പീസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ നമുക്ക് ഈ പുസ്തകത്തിലുള്ള ഒരു സാധനം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അൺബൗണ്ടഡ് റീജിയൻ കിട്ടി. ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്ത സ്ഥലം അതാണല്ലോ ഫീസിബിൾ റീജിയൻ. അത് അൺബൗണ്ടഡ്, അടഞ്ഞിരിക്കില്ല, തുറന്നിരിക്കും. അങ്ങനെ വന്നാൽ ഇതാണ് ഒരു പ്രോബ്ലം. ഇത് കണ്ടില്ലേ, ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്ത് വന്നപ്പോൾ അത് തുറന്നിരിക്കുന്നു, അടഞ്ഞിരിക്കുന്നില്ല, അൺബൗണ്ടഡ് വരുന്നു.
അൺബൗണ്ടഡ് വരുമ്പോൾ എന്ത് ചെയ്യണം? അത് മാക്സിമൈസ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഈ ഉള്ള കോർണർ പോയിൻറ്റ്സ് വെച്ച് മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എം അങ്ങ് എടുക്കുക. എന്നിട്ട് മാക്സിമൈസ് ക്വസ്റ്റ്യനിൽ ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് വന്നാൽ ഉള്ള കോർണർ പോയിൻറ്റ്സിൽ വെച്ച് മാക്സിമം വാല്യൂ, അൺബൗണ്ടഡ് ആണെങ്കിൽ പോലും കുറച്ച് കോർണർ പോയിൻറ്റ്സ് കാണും, അത് വെച്ചുള്ള മാക്സിമം വാല്യൂ എടുക്കുക. ക്യാപിറ്റൽ എം എന്നതിന് പേരിട്ടു. എന്നിട്ട് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഈ RHS സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് AS+BY മാക്സിമം എന്ന വാക്കായതുകൊണ്ട് ഗ്രേറ്റർ ദാൻ, പിന്നെ മാക്സിമം വാല്യൂ എം ഇട്ട് വേറൊരു ഇനിക്വാളിറ്റി ഉണ്ടാക്കുക. AS+BY മാക്സിമം ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ മാക്സിമം വാല്യൂ എം, അത് വെച്ച് ഒരു ഇനിക്വാളിറ്റി ഉണ്ടാക്കി ആ റീജിയൻ വരയ്ക്കുക. ഇത് ഡോട്ട് ലൈനേ വരയ്ക്കാവുള്ളൂ, ഈക്വൽ ടു സൈൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ റീജിയന് നോ പോയിൻ്റ് ഇൻ കോമൺ വിത്ത് ആദ്യത്തെ ഫീസിബിൾ റീജിയൻ എങ്കിൽ ആ ക്യാപിറ്റൽ എം തന്നെ മാക്സിമം വാല്യൂ എടുക്കുക. ഇനി ഈ പറയുന്ന രണ്ടാമത്തെ ഇനിക്വാളിറ്റിയുടെ റീജിയന് കോമൺ പോയിൻ്റ് വിത്ത് ഫീസിബിൾ റീജിയൻ വന്നാൽ ഇസഡിന് മാക്സിമം വാല്യൂ ഇല്ലെന്നും പറയുക. അതുതന്നെയാണ് മിനിമൈസ് വരുമ്പോഴും. ഉള്ള കോർണർ പോയിൻറ്റ്സ് വെച്ച് മിനിമം വാല്യൂ സ്മോൾ എം കണ്ടുപിടിക്കുക. ഇവിടെ മാക്സിമം വാല്യൂവിനെ ക്യാപിറ്റൽ എം, മിനിമം വാല്യൂവിനെ സ്മോൾ എം ഇട്ടു. എന്നിട്ട് AS+BY മിനിമൈസ് ആയതുകൊണ്ട് ലെസ് ദാൻ ഈ എം വെച്ച് വേറൊരു റീജിയൻ വരയ്ക്കുക. അത് ഡോട്ട് ലൈനാണ്. അതിൻ്റെ റീജിയനും പണ്ടത്തെ ഫീസിബിൾ റീജിയനും നോ പോയിൻ്റ് ഇൻ കോമൺ ആണെങ്കിൽ ആ എം തന്നെ മിനിമം വാല്യൂ എടുക്കുക. അതർവൈസ് ഇസഡ് ഹാസ് നോ മിനിമം വാല്യൂ. ഒരുപോലെ കാര്യങ്ങൾ പോകണം. ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. മാക്സിമൈസ് ആണ് ക്വസ്റ്റ്യൻ. Z(S+Y) സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് 4. ഫൈൻഡ് ദ ഫീസിബിൾ റീജിയൻ. x - y ഈക്വൽ ടു -1 - 2s+y ഈക്വൽ ടു 0, x 0 y 0. ഇവിടെ x 0 എഴുതാനുണ്ട് y അക്ഷത്തിൽ, x അക്ഷത്തെ y 0 എഴുതാനുണ്ട്. 0ക്ക് 1ഉം y 0 വരുമ്പോൾ x -1 കിട്ടി. പിന്നെ ഒരു പോയിൻറ്റും കൂടി എടുത്തു, x 2 ഇട്ടപ്പോൾ y 3, x 0 ഇട്ടപ്പോൾ y 0 അതുകൊണ്ട് വേറെ പോയിൻ്റ് എടുത്തു, x 2 ഇട്ടപ്പോൾ y 4. അങ്ങനെ 2 ലൈനും വരച്ചു. ഇതാണ് -2s+y = 0. ഇതാണ് x - y = -1. രണ്ട് ആദ്യത്തെ ലെസ് താൻ ഓർ ഈക്വൽ ടു, അതായത് x - y ലെസ് താൻ ഓർ ഈക്വൽ ടു -1. ഇതാണല്ലോ നമ്മുടെ ആ ലൈൻ. അതിൻ്റെ താഴെയാണ് 0 0. അത് ഇതിനകത്തേക്ക് കൊടുത്തപ്പോൾ 0 - 0 ലെസ് താൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറയുന്നത് തെറ്റായതുകൊണ്ട് താഴെയുള്ള ഭാഗമല്ല, അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗമാണ് ഷെയ്ഡിങ് വരുന്നത്. പിടികിട്ടി. രണ്ടാമത്തെ ഇനിക്വാളിറ്റിയിലേക്ക് പോവുകയാണ്. -2s+y > 0 എന്നാണ്. ഇതാണ് -2s+y = 0. അത് കൃത്യം 0 0 കൂടി തന്നെ പോകുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഈ 20 എന്ന പോയിൻറ്റിൽ അതിൻ്റെ താഴെയുള്ള ഞാൻ എടുത്തു 20 എടുത്ത് ഇതിൽ കൊടുക്കുവാണ്. -4 വരും. > 0 പൊട്ടത്തെറ്റാണ്. അതുകൊണ്ട് താഴെയുള്ള ഭാഗമല്ല, ഈ രണ്ടാമത്തെ ലൈൻ്റെയും മുകളോട്ടുള്ള ഭാഗമാണ് പിടികിട്ടി. അപ്പം നമുക്ക് ആദ്യത്തേൻ്റെയും മുകളോട്ടുള്ള ഭാഗം, രണ്ടാമത്തെ ലൈൻ്റെയും മുകളോട്ടുള്ള ഭാഗം, അങ്ങനെ വന്നപ്പോൾ 2 ലൈൻ്റെയും മുകളോട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇത്രയും സ്ഥലമാണ് ഷെയ്ഡിങ് വരുന്നതിന് പിടുത്തം കിട്ടി. കൂടാതെ x > y > 0 ഇങ്ങനെ ഉണ്ട്. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടിയുണ്ട്. ഏതായാലും ഇതാണ്. ഇതിന് ഉള്ള ഇത് അൺബൗണ്ടഡ് ആയിപ്പോയി. പക്ഷേ ഇതിന് കോർണർ പോയിൻറ്റ്സ് എയും ബിയും ഉണ്ട്. പിന്നെ എയും ബിയും ഉണ്ട്. 2 കോർണർ പോയിൻറ്റ്സ് ഉണ്ട്. ആ 2 കോർണർ പോയിൻറ്റ്സിൽ ബി അറിയത്തില്ല. ടു ഫൈൻഡ് ബി സോൾവ് x - y = -1 and -2s+y = 0. സോൾവ് ചെയ്ത് x 1 y 2 കിട്ടി. 1 2 ആണ് ബി. 2 കോർണർ പോയിൻറ്റ്സ് a0 1, ഇത് b 1 2 വെച്ച് zx+yയുടെ നമ്മുടെ വില എടുത്തപ്പോൾ 1 3 കിട്ടി. ഇത് മാക്സിമൈസ് ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ മാക്സിമൈസ് ആയതുകൊണ്ട് ഇതിൽ മാക്സിമം വാല്യൂ 3 ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് വേറെ ഇനിക്വാലിറ്റി ഉണ്ടാക്കി x+y മാക്സിമൈസ് ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 3, ഈ 3 ഇട്ട്. അപ്പോൾ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് ഡോട്ട് ലൈനാണ്. അതിന് വേണ്ടിയിട്ട് പോയിൻ്റ് എടുത്തു 0 3 3 0. അത് ഇത്തേ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഡോട്ട് ലൈൻ ഇങ്ങനെ വരച്ചു. അതിൻ്റെ s+y > 3 എന്നാണ്. അപ്പോൾ s+y > 3 എന്ന് പറയുമ്പോൾ താഴെയുള്ള ഭാഗത്ത് 0 0 കിടപ്പുണ്ട്.
0 പ്ലസ് 0 ഗ്രേറ്റർ ദാൻ 3 പൊട്ടത്തെറ്റായതുകൊണ്ട് ഈ ഡോട്ട് ലൈൻ്റെ മുകളിലോട്ടുള്ള ഭാഗമാണ് പിടുത്തം കിട്ടി. ആ മുകളിലോട്ടുള്ള ഭാഗത്ത് ഈ കാണാവുന്ന സ്ഥലം മുഴുവനുണ്ട്. അതിനകത്ത് ഈ ഫീസിബിൾ റീജിയൻ കയറി വന്നു. ഒത്തിരി പോയിൻ്റ് കോമൺ ഉണ്ട് രണ്ടിനും. അതായത് ഈ ഡോട്ട് ലൈൻ്റെ മുകളിലേക്കുള്ള ഈ റീജിയനും പണ്ടത്തെ ഫീസിബിൾ റീജിയനും ഇഷ്ടംപോലെ പോയിൻറ്റ്സ് കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇസഡ് ഹാസ് നോ മാക്സിമം വാല്യൂ. ദ റീജിയൻ എസ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 3 ഹാവ് പോയിൻറ്റ്സ് കോമൺ വിത്ത് ഫീസിബിൾ റീജിയൻ എന്ന് എഴുതുവാൻ വേണ്ടത്. ചില കണക്കിൽ നോ പോയിൻ്റ് കോമൺ വിത്ത് ഫീസിബിൾ റീജിയൻ ദെർഫോർ 3 ഈസ് മാക്സിമം വാല്യൂ എന്ന് അന്നേരം വരും. ഇവിടെ പോയിൻറ്റ്സ് കോമൺ വിത്ത് ഫീസിബിൾ റീജിയൻ ആയതുകൊണ്ട് നോ മാക്സിമം വാല്യൂ. ഇതുപോലെ തന്നെയാണ് മിനിമത്തിൻ്റെയും കണക്ക്. ഇത്രയും പ്രോബ്ലംസാണ് ഡിലീറ്റ് ടോപ്പിക്സിൽ LPP കിടന്നത്. നിങ്ങൾ ഇതും കൂടി കണ്ടുകൊണ്ട് പോവുക. ഇതൊന്നും വരാൻ സാധ്യത തീരെ കുറവാണ്.